ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു #MNB Vibes. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അന്നും കണ്ട് ഞാൻ അടുത്ത പുതിയ വീഡിയോയിലേക്ക് വെറുതെ വേദി കുത്തിപ്പിടിച്ചിരുന്നപ്പം ഒരു എൻ്റർടൈനിങ് ചെയ്ത് ഞാനും എൻ്റെ പെങ്ങളും ഇന്ന് കുറച്ച് പേര് സ്ഥലത്തോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് കാസൽസൈൻ വാട്ടർഫോളിൽ തന്നെ. അപ്പോൾ ഗൂഗിൾ മാപ്പ് പോയിട്ട് വണ്ടി എടുത്ത് ഒറ്റപ്പെടുത്ത പിടി അവിടെ എത്തിയിട്ടില്ല. മനസ്സിലായത് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന മാപ്പും അല്ലാത്ത റിയാലിറ്റിയും രണ്ട് വീഡിയോ കണ്ടുകൊണ്ട് മനാഗൻ ടൗണിൽ ഏകദേശം 10-15 മിനിറ്റ് ഡ്രൈവ് ഉള്ളെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗൂഗിൾ മാപ്പ് അമ്മച്ച് കാണിക്കുക തൊട്ടപ്പുറത്തെ വാട്ടർഫോളിൽ റോഡിലാണ് ഇത് കാണിക്കുന്നത്. ഇത് കൺഫ്യൂഷൻ അടിച്ചിപ്പോൾ ഇതിപ്പോൾ എവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്താൻ നോക്കിയപ്പോൾ അവിടെ എങ്ങും ഒരു ഗ്യാപ്പും ഇല്ല വണ്ടി നിർത്താൻ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ സ്ഥലമൊക്കെ കിട്ടി അവിടെ വണ്ടിയൊക്കെ നിർത്തി. പക്ഷെ മുകളിലത്തെ റോഡ് എന്തോ ക്ലോസ് ആയി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ എല്ലാവരും എന്തായാലും ഇവിടെ വണ്ടി കുറച്ച് വെക്കാൻ സ്ഥലമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വണ്ടി ഇട്ട് പതുക്കെ അങ്ങോട്ട് ക്രോസ് ഒക്കെ ചെയ്ത് ചെന്ന് കുറച്ച് മുമ്പോട്ട് നിൽക്കുമ്പോൾ ഉണ്ട് ഇത് അടുത്ത ബ്ലോക്ക്. ആ അടുത്ത മരമെല്ലാം വീണ് നടക്കുക, ഫുൾ വഴി ബ്ലോക്ക്. ഞങ്ങൾ ഓർത്ത് ഇത് ഞങ്ങൾ വന്ന കറക്റ്റ് സ്ഥലത്താണോ അതോ ഇനി ഇത് വേറെ ഏതെങ്കിലും സ്ഥലമാണോ? ഇത് എവിടെ നോക്കിയാലും മരമെല്ലാം വീണ് കിടക്കുവാണല്ലോ, ഇതെല്ലാം ബ്ലോക്ക്ഡ് ആയി കിടക്കുവാണല്ലോ, ഈ വാട്ടർഫോൾ ഇവിടെ തന്നെയാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ സംശയമൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് നടക്കാൻ തന്നെ വിചാരിച്ചു. മുമ്പോട്ട് നടന്നെങ്കിൽ കുറച്ചും കൂടെ മുമ്പോട്ട് ചെറിയ വഴിയൊക്കെ കാണുന്നുണ്ട്, ചെറുതായിട്ട് വഴികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മുമ്പോട്ട് നോക്കുമ്പോൾ വഴി ഒരുമാതിരി ഒരു വഴി ഒരുമാതിരി നമ്മൾ ഈ എന്ന് പറയുന്നത് മലയിൽ നിന്ന് നേരെ സ്ലാൻഡിങ് ആയിട്ട് താഴോട്ട് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു വഴി. പോരാത്തതിന് ഇത് എല്ലാത്തിനെയും കൊടുത്തി തന്നെ ഇവിടെ നമ്മുടെ മരത്തിന്റെ ഇലകളെല്ലാം അവിടെ വീണ് കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് തെന്നി കിട്ടിയാൽ മതി അങ്ങ് താഴെ ചെന്ന് വീഴും. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വെള്ളം കണ്ടു. പിന്നെ വെള്ളത്തിന്റെ ആ ഒരു ഫ്ലോ കണ്ടപ്പോൾ മനസ്സിലായി വാട്ടർഫോൾ ഏത് സൈഡിലായിരിക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഞാൻ കണിയാനൊന്നും അല്ല കേട്ടോ, എന്നാലും ആർക്കാണെങ്കിലും അത്യാവശ്യം ശകലം കോമൺ സെൻസ് ഉള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും എവിടെയാണ് വാട്ടർഫോൾ. അപ്പോൾ ഈ വഴിയൊക്കെ കണ്ടത് ഇത് ഒരുമാതിരി എന്നാ പറയുന്നത്, നമുക്ക് ഒരു 45 ഡിഗ്രി സ്റ്റീപ്പ് ആംഗിൾ എന്ന് പറയും. അത്യാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഈ വഴി കൂടെ ഇറങ്ങുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. പ്രത്യേകിച്ച് കൂടുതലൊരു 4 വയസ്സുള്ള കൊച്ചിനെ കൈപിടിച്ചിറങ്ങണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെന്നിപ്പോയാൽ താഴെ കിടക്കും. ചില പേടിച്ച് പറിച്ചാണെങ്കിലും വഴി അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അങ്ങ് നിങ്ങൾ മുമ്പോട്ടൊരു വഴി കാണുന്നുണ്ടോ, റോഡ് മീൻസ് നമ്മൾ ഈ വെള്ളം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കൊരു വഴി. ആ വഴിയാണോ ഏതാ വഴിയാണോ? കാരണം വെള്ളം ഇവിടുന്ന് വരുന്നത്. ഇപ്പം അത് ഏത് വഴിയാണോ ഒന്നും അറിയത്തില്ല, കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്. അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ അടിച്ചിരുന്ന് പിന്നെ മേലിൽ നിന്ന് തന്നെ, അതായത് മേലിൽ ഇപ്പം നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ അത്യാവശ്യം ഒരു വഴി പോലൊരു സ്ഥലം കാണുന്നു. അതിലെ കൂടെ ആ ലെഫ്റ്റിലേക്ക് ഒന്ന് വിട്ടേക്കാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ലെഫ്റ്റിലേക്ക് ഞാൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. പിന്നെ ലെഫ്റ്റിലേക്ക് അതൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സീനറി ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല രസമുണ്ട് കാണാൻ, ഇവിടുന്ന് തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ വാട്ടർഫോൾ ഇന്ന് മാത്രം രസകരമായിരിക്കും എന്ന് നിങ്ങൾ ഏകദേശം ഊഹിക്കാന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴി നടന്നു നോക്കുമ്പോൾ എല്ലാ പറ്റുന്ന കോർണേഴ്സ് എല്ലാം ഞാൻ പോയി നോക്കി. അതിലേക്കൂടെ ഇനിയിപ്പോൾ താഴെ ഇറങ്ങാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, വെള്ളം ക്രോസ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഒരു രക്ഷയില്ല, ഇവിടെ എങ്ങും ഒരു വഴി കാണുന്നില്ല. പിന്നെ അങ്ങ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം നിങ്ങൾ ഇലയൊക്കെ കാണുന്നില്ലേ, ഈ ഒരു ഇലയിൽ കാലെങ്ങാനും വെച്ച് എങ്ങാനും തെന്നി പോയി കഴിഞ്ഞാൽ വലിയ ഹൈറ്റ് ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം ശരീരം ഒന്ന് പോറും. ആ രീതിയിലുള്ള ഹൈറ്റ് ഉണ്ട് കേട്ടോ. എന്നാലും ഒരു രക്ഷയില്ലല്ലോ എന്ന് മുമ്പോട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു വഴി കണ്ടു കേട്ടോ. അത്യാവശ്യം ഇവിടെ ഇറങ്ങാറുണ്ട്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് ഇറങ്ങാനാണെങ്കിൽ കുഴപ്പമില്ലാതെ ഇറങ്ങാം എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഒരു വഴിയാണത്. അങ്ങനെ ഞാൻ ആ വഴി പതുക്കെ മരങ്ങളൊക്കെ ചാഞ്ഞു കിടക്കുന്നത് കാരണം പതുക്കെ മരത്തിലൊക്കെ പിടിച്ച് ഇങ്ങനെ താഴോട്ട് ഞാൻ ഇറങ്ങി. ഇതാണ് നിങ്ങൾ ഇപ്പം ഞാൻ ഈ താഴോട്ട് ഇറങ്ങുന്ന ക്യാമറ ആംഗിളാണ് നിങ്ങൾ കാണുന്നത്. ഇത് എനിക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കയ്യിൽ എൻ്റെ കൊച്ചുണ്ട്. അങ്ങനെ കൊച്ചിനെ പിടിച്ച് ഞാൻ എങ്ങനെയാണ് ഈ വഴി ഇറങ്ങി അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്തു. പക്ഷേ ഇതിൽ പെട്ടുപോയത് എൻ്റെ പെങ്ങളാണ്. അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ പറ്റുന്നില്ല. ഒന്നാമത് അവളൊരു കാലിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പം ജസ്റ്റ് വന്നേ ഉള്ളൂ നാട്ടിൽ. അതിൻ്റെ കൂടുതൽ ഇത് ഇറങ്ങാനും കൂടെ പറഞ്ഞു കഴിഞ്ഞത് വടിയൊക്കെ പിടിച്ച് അവിടെ കോമഡിയും കഴിച്ച് തന്നെ 4 ചെറിയും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മുന്നിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വന്നെ കൊച്ചുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ ഇച്ചിരി ഒരു അഡ്വഞ്ചറസ് ടൈപ്പ് ഒത്തിരി അല്ല കേട്ടോ, ചെറുതായിട്ടൊരു അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായത് ഞാൻ അതൊന്നും വലിയ മൈൻഡാക്കിയില്ല. ആളവിടെ നിന്നു. എന്നിട്ട് പിന്നെ ഞാൻ പുള്ളിക്കരുത് പോയി നീ ഒരു കാര്യം ചെയ്യും, നീ തൽക്കാലം അവിടെ തന്നെ പോസ്റ്റ് ആയിക്കോ, ഞങ്ങൾ അവിടെ മുമ്പോട്ടുള്ള വഴി നോക്കണമല്ലോ, അപ്പോൾ മുമ്പോട്ടുള്ള വഴിയും കൂടെ നോക്കിയിട്ട് തിരിച്ച് വന്ന് നിന്നെ പറ്റുവാണെങ്കിൽ കെട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ആളെ പോസ്റ്റ് ആക്കിയിട്ട് ഞാൻ അടുത്ത മുമ്പോട്ടുള്ള വഴി പിടിക്കും. മുമ്പോട്ടുള്ള വഴി അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു, കാരണം ഞാൻ ഇറങ്ങിയത് ഒരു റോങ് സൈഡിൽ കൂടെ ആയതുകൊണ്ടും ഇതൊക്കെ പിന്നെയാണ് മനസ്സിലാകുന്നത് കേട്ടോ. ഇറങ്ങി വന്നത് റോങ് സൈഡാണ്.
ഇറങ്ങിയത് റോങ് സൈഡ് ആയതുകൊണ്ടും ഇതിൽ കയറാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടും തെന്നി കിടക്കുന്ന ഈ ഇലകളും പിന്നെ കുറച്ച് മണ്ണുമായിട്ടുള്ള കുറച്ച് സ്ഥലത്ത് കൂടെയാണ് ഞാൻ എങ്ങനെയും വരൂ അവിടുത്തെ മരമൊക്കെ പിടിച്ച് വലിഞ്ഞ് കയറിയപ്പോൾ മോനെ നല്ല ഒന്നാന്തര വഴി കിടക്കുന്നു. നല്ല ഒന്നാന്തരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരാൾക്ക് നടന്നു പോകാനും ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകാനും ഉള്ള വഴിയുണ്ട് കേട്ടോ. പക്ഷെ എങ്ങാനും തെന്നിയാ താഴെ വെള്ളത്തിൽ കിടക്കും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളത്തിൽ കിടക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഇത്രയും മരങ്ങളൊക്കെ ഉള്ളപ്പോൾ സൈഡിൽ എങ്ങനെ വെള്ളത്തിലേക്ക് ചാടാനല്ലേ. എന്നാലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ കൊച്ചു കൂടത്തിലുണ്ടായതുകൊണ്ട് അവനെ പിടിച്ച് നടക്കണമല്ലോ. അങ്ങനെ പതുക്കെ ഈ വഴി റൂട്ട് പിടിച്ച് അത്യാവശ്യം റൂട്ടൊക്കെ സെറ്റായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിലേക്ക് ഒന്ന് നോക്കി, വലിയ കണക്ഷൻസും വലിയ റേഞ്ചും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാലും ഒരു വീക്കായിട്ട് നമ്മുടെ ഗൂഗിൾ തുള്ളുമ്പോൾ വീണ്ടും പറഞ്ഞു ജസ്റ്റ് 150 meters ahead എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനം, ഇനിയും വഴിയുണ്ട്, എന്തായാലും വാട്ടർഫോൾ നമ്മളെത്തും. 150 മീറ്റർ എന്ന് പറയുമ്പോൾ വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ നല്ല ഒന്നാന്തരം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാട് എന്ന് പറയുന്നത് മരങ്ങളൊക്കെ നമ്മുടെ വഴികളുടെ ഇടയ്ക്ക് കൂടെയും പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ അത്യാവശ്യം തലയിൽ തട്ടുമൊക്കെ ചെയ്യുക. അതുകൊണ്ട് സൂക്ഷിച്ചുമാണ് ഈ വഴി കൂടെ നടക്കാനുള്ളതും കൂടെ കണ്ട് വഴി കൂടെ പതുക്കെ നടന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു വഴി താഴോട്ട് ഇറങ്ങുന്ന കഴിഞ്ഞ കണ്ടോ. ഇതാണ് നമ്മുടെ വാട്ടർഫോൾ എത്തി. നമ്മളിവിടെ വാട്ടർഫോൾ എത്തി. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസ് ആ ലൊക്കേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവൂലേ നമ്മൾ വാട്ടർഫോളിന്റെ അടുത്തായിട്ട് എത്തിയെന്ന്. ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റീപ്പ് പോലെ ഇറങ്ങാനുണ്ട്, വലിയ ഹൈറ്റുള്ള സ്റ്റീപ്പ്, ചെറിയ സ്റ്റീപ്പ്. ആ സ്റ്റീപ്പിൽ കൂടെ ഇറങ്ങി പതുക്കെ തിരിഞ്ഞ് നോക്കി വരുമ്പോഴേക്കും വച്ചാണ് ഇതാണ് നമ്മുടെ കാസ്റ്റൽ ഷെയ്ൻ വാട്ടർഫോൾ. ഈ കാസ്റ്റൽ ഷെയ്ൻ എന്ന വില്ലേജിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സീക്രട്ട് വാട്ടർഫോൾ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഡ്വെഞ്ചറസും പിന്നെ പോരാത്തതിന് ഒരു ഹിഡൻ ജെമ്മ് തന്നെയാണെന്ന് പറയാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ വാട്ടർഫോൾ. കേട്ടോ, വലിയ ഹൈറ്റോ വലിയ ഇതൊന്നുമില്ല, എയർലൈൻ സ്റ്റോപ്പ് അത്രയൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു സുഖം അതിവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു 4 വശം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ 4 വശവും കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് മരയിൽ എങ്ങനെ ചാഞ്ഞ് മുമ്പോട്ട് വന്ന് ഈ ഒരു വാട്ടർഫോളിനെ പ്രൊട്ടക്ട് ചെയ്ത് ഹൈഡ് ചെയ്തു നന്നായി പാമ്പിൻ്റെ മണിയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. അത് കാണാൻ ഒരു നല്ലൊരു എന്ത് നല്ല രസമാണ് അറിയാം. കണ്ടിട്ട് തന്നം ലൈഫിൽ ഒരു പ്രാവശ്യം വരും. ഈ അയർലൻഡ് താമസിക്കുന്ന ലൈഫിൽ ഒരു പ്രാവശ്യം വരും ഇവിടെ ഒന്ന് വന്ന് കണ്ട് ഒന്ന് രസിക്കാം. കാരണം ഇതിൻ്റെ ഒരു വൈബ് വേറൊരു വൈബാണ്. തള്ള വൈബും താന്ത വൈബും എന്നൊക്കെ പറയണ പോലെ ഒരു അടിപൊളി വൈബാട്ടോ ഇവിടെ. പിന്നെ ഇതൊക്കെ കണ്ട് നല്ല രസമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിനി അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, കാരണം ഇത് കഴിഞ്ഞാൽ പെങ്ങൾ അവിടെ ബാഗിൽ തന്നെ ഉണ്ടല്ലോ. അവളെ കൂട്ടാമെന്ന് വിചാരിച്ചുകൊണ്ട് പതുക്കെ ഞാനും കുറച്ചും കൂടെ അടുത്ത റൂട്ട് പിടിച്ചു കേട്ടോ. തിരിച്ച് ഇപ്പം അത്യാവശ്യം റൂട്ടൊക്കെ പഠിച്ചതുകൊണ്ട് കുഴപ്പമില്ലാതെ ഞങ്ങൾ ആ വഴി കൂടെ തന്നെ ഫോറസ്റ്റ് കൂടെ തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ പെട്ടെന്നൊരു സർപ്രൈസ്. എൻ്റെ പെങ്ങള് അവിടെ നിന്ന് അവള് എത്ര കഷ്ടപ്പെട്ടാണെന്ന് എനിക്കറിയത്തില്ല, അവിടുന്ന് ചാടി ഇപ്പുറത്തെ വശത്തെത്തി. എന്തായാലും ആള് ചാടിയല്ല എങ്ങനെയാലും ഇറങ്ങി, കാരണം നമ്മൾ കാണുന്നതൊന്നും. ആള് ചാടി ഇറങ്ങി ഇപ്പുറത്തെ വശത്ത് എത്തിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, കാലൊക്കെ വേദന എടുക്കുമല്ലേ, അപ്പൊ എന്നെ നമുക്ക് തിരിച്ചു പോയേക്കാൾ കാല് വേദന എടുത്താലും ആക്ക് ഈ വാട്ടർഫോൾ കാണണം എന്ന് തന്നെ പറഞ്ഞ് വാശി പിടിച്ച് അവള് ഞങ്ങളുടെ കൂട്ടത്തിൽ വീണ്ടും വാട്ടർഫോൾ കാണാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ പോയി. ആദ്യം പോയപ്പോൾ വലിയ ഫോട്ടോസൊന്നും എടുത്തില്ല, അത്യാവശ്യം ഒന്ന് വീഡിയോസ് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി, കാരണം ഇത് എല്ലാവർക്കും ഒന്ന് വരേണ്ട കാരണം അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് വീഡിയോസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ പെങ്ങൾ കുട്ടി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവളുടെ കൂടെ വീണ്ടും പോയപ്പം ഇനി ചെറുപറ കുറേ ഫോട്ടോസ് അങ്ങ് എടുത്ത്. അറിയാലോ പെൺപിള്ളേർക്ക് ഫോട്ടോസ് വാങ്ങാൻ ക്രേക. അപ്പം അങ്ങനെ കുറേ ചെറുപറ ഫോട്ടോസൊക്കെ എടുത്ത് കൊച്ചിൻ്റെയും പെങ്ങളുടെയും ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല വഴിയൊക്കെ കിട്ടും കേട്ടോ. കാരണം ആദ്യം നമ്മളവിടെ ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ പൊതുവെ ഞങ്ങൾ സീപ്പിൽ ഉറങ്ങി വന്നപ്പോൾ മുമ്പ് വെള്ളത്തിൽ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഒരു വഴി ഉണ്ടല്ലായിരുന്നു, അതായിരുന്നു ശരിക്കുമുള്ള വഴി. ഞങ്ങൾ എന്തോ മന്ദബുദ്ധിതരം കാണിച്ച് ഇപ്പുറത്തെ കൂടെ ചാടി വേറെ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാൻ പോയത് വേറെ മരണത്തിന് വായ്പേ. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. കോതി വന്നപ്പോൾ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ ഒരു കപ്പിൾസ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഫോട്ടോ എടുത്തു തരാം. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഫോട്ടോ, അത്യാവശ്യം ഫോട്ടോഗ്രാഫിക്ക് ചെറിയൊരു ക്രേസ് ഉണ്ടായതുകൊണ്ടും അവർക്ക് നല്ല അടിപൊളി ഫോട്ടോ എടുത്തു. അവർ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ തിരിച്ചും പോയി.
ഇതെല്ലാം കഴിഞ്ഞ് ഈ വൈബ് ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കണ്ടെന്നൊക്കെയുള്ള രസമുണ്ട്, പക്ഷേ ഇത് ബാക്കിയുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. കാരണം എനിക്ക് മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ, ഇതെല്ലാവരും എൻജോയ് ചെയ്യണം. കാരണം അത്രയ്ക്കുണ്ട് ഇത് എൻജോയ് ചെയ്യാൻ. കാര്യം പറയുമ്പോൾ ചെറിയൊരു വാട്ടർഫോൾ ആണെങ്കിലും അതിൻ്റെ ഒരു അവിടെ പോയി ഇരുന്ന് കണ്ട് സൂക്ഷിക്കുന്ന ഒരു സുഖം വേറെ തന്നെ കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം ഇറങ്ങാനൊക്കെ പറ്റും. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് കഴിഞ്ഞാൽ ഇവിടെ വലിയ പബ്ലിക് ഒന്നും ഉണ്ടാവില്ല. ഫാമിലിയോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. കാരണം ഒത്തിരി ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് അവിടെ സമാധാനമായിട്ട് ഇരിക്കുകയും സംസാരിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ ആരും തെറ്റായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൽ തിരിച്ച് വരുന്ന വഴിയാണ് നിങ്ങളെ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴികളുണ്ട്, അത് തിരിച്ചു വരാനും കുഴപ്പമില്ലാത്ത വഴിയാണ് കേട്ടോ. നല്ല രീതിയിൽ കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത നമുക്ക് അതിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന വഴി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് മണ്ടത്തരം കാണിച്ചാണ്, പോട്ടെ, ഒരപ്പത്തൊക്കെ ഏത് പോലീസുകാരനും പറ്റുമല്ലേ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എൻജോയ് ചെയ്തു. പക്ഷേ ഇനി എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടില്ല. അതിനേക്കാൾ വലിയ എൻ്റെ മനസ്സ് നിറഞ്ഞില്ല. അടുത്ത ദിവസം തന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂട്ടി ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നു കേട്ടോ. വീണ്ടും ഞങ്ങൾ അടിച്ച് പൊളിച്ചായിരുന്നു. വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി അടുത്ത പ്രാവശ്യം വന്നപ്പോൾ തോർത്തും എല്ലാ സാധനമൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അങ്ങനെ പിള്ളേരും എല്ലാവരും കൂടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിച്ച് പൊളിച്ചു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് അടിക്കാനൊന്നും മറക്കരുത്. സ്ഥലത്തിൻ്റെ പേരാണ് കാസ്റ്റൽ ചെയിൻ വാട്ടർഫോൾ. ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് മൊനാഗിൽ താമസിക്കുന്നോ അല്ലെങ്കിൽ ക്യാബിനിൽ താമസിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോണസിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്നു പോകണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. Don't forget to subscribe, like, comment, #BunbyVibes. അടുത്ത സൺഡേ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പുതിയൊരു സ്ഥലവും പുതിയൊരു വ്ളോഗുമായിട്ടും. Till then, goodbye.